എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഇവൻ്റെ അടുത്ത് വന്ന് 2 കിന്നാരമൊക്കെ പറഞ്ഞ് 2 വർത്താനമൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളുടെയും ദിവസം സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് വിട്ടു കോഫി വെക്കാൻ. പപ്പയാണ് ഇവിടെ ബെഡ് കോഫി കുടിക്കുന്ന ഒരേ ഒരാൾ. പപ്പയ്ക്കുള്ള കോഫിയാണ് കേട്ടോ ഈ വെക്കുന്നത്. പപ്പയ്ക്ക് ഷുഗർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കരയാണ് മൂപ്പർക്ക് ഇടാറ്. പപ്പയ്ക്ക് ബെഡ് കോഫി കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കണം എന്നാണ് പപ്പ പറയാറ്. അപ്പോഴേക്ക് പപ്പയുടെ ചായ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ പപ്പയുടെ കപ്പിലേക്ക് ഞാൻ ഒഴിച്ചു വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പ് കൂട്ടാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്താൻ കുറച്ച് സമയം പിടിച്ചു ഞാൻ ആദ്യം. അപ്പോൾ എന്നിട്ട് ഞാൻ പേപ്പറൊക്കെ വെച്ച് ചട്ടയൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കത്തിപ്പിടിപ്പിച്ചു എങ്ങനെയെങ്കിലും. അപ്പോൾ അരിയൊക്കെ കഴുകി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഉത്തപ്പമാണ്. അപ്പോൾ ഒരാൾക്ക് ഉത്തപ്പം വേണം, ഒരാൾക്ക് സാധാ ദോശ വേണം, ഒരാൾക്ക് ഗോതമ്പ് ദോശ വേണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ ഉത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മാവ് എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് ആ മാവിലേക്ക് ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുക. ചിലവർ പറഞ്ഞ കേൾക്കാം ദോശ പരത്തിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഉള്ളി നിന്നൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ടേസ്റ്റ്. പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അതായത് ഇതൊക്കെ ഇതിലെല്ലാം കൊണ്ട് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടേസ്റ്റ്, ഒരു ഫ്ലേവറും മണമൊക്കെ വരും ഇതിലേക്ക്. അപ്പോൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് എനിക്ക് പോകാനുള്ളതും ഒക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പത്തേക്ക് ദോശ പരത്തുകയാണ്. ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് ഞാൻ റെഡി ആയിട്ട് പോവാണ്, ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ വേഗം ഓട്ടോ ഒക്കെ വിളിച്ച് പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞില്ലേ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നമ്മുടെ സച്ചു തന്ന ഗിഫ്റ്റ് അതാണ് കേട്ടോ. ഈ ബാഗിൽ തൂക്കിയിട്ടെങ്കിൽ എൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ അതും വെച്ചിട്ടാണ് ഞങ്ങൾ എന്നും പോണത്. അപ്പോൾ ബൈ.